കോൺഗ്രസിന്റെയും BJP-യുടെയും ആളുകളോട് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്, ഞങ്ങളുടെ പ്രവർത്തകരെ ഇതുപോലെ വളഞ്ഞിട്ടാക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള പരിക്ക് പറ്റുമെന്ന് ധാരണയോടും നല്ല പരിക്ക് പറ്റും. ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നല്ല പരിക്ക് പറ്റും എന്ന് ധാരണയായിക്കൊള്ളും. മക്കൾ അവരാക്രമിക്കുകയാണ്. അയാളുടെ വയസ്സായിട്ടുള്ള അമ്മയെ കഴുത്തിന് പിടിച്ച് ആക്രമിച്ച് നിലനിർത്തുന്ന സാഹചര്യമാണ്. അങ്ങനെ അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് സഖാവിന്റെ പ്രതീക്ഷിന്റെ വീട്ടിൽ ഇന്നലെ ഒരു കൂട്ടം ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം എന്നോളമാണ് CPIM വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, CPIM-ന്റെ ഒരു പ്രവർത്തകരെ അല്ലെങ്കിൽ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറെ അല്ലെങ്കിൽ CPIM-ന്റെ ജനപ്രതിനിധിയെ നിങ്ങൾ 3-4 കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചിട്ട് CPM-നെയോ അല്ലെങ്കിൽ CPM-ന്റെ വർഗപ്രസ്ഥാനങ്ങളെയോ കീഴ്പ്പെടുത്തി കളയാമെന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ ഒരു നിലക്കും അത് അനുവദിച്ചു തരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM പ്രസ്ഥാനം തയ്യാറില്ല എന്നൊരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഞങ്ങളുടെ സഖാക്കളെ ഒരാൾ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടമായി ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തൊക്കെ വില കൊടുത്തും ഞങ്ങളെ ആക്രമിച്ചിട്ടുള്ള സഖാക്കളെ അതിശക്തമായ പ്രതിരോധം കാമഞ്ചിറപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ പ്രതിരോധം തീർക്കും. ഒരു തർക്കവും വേണ്ട. നിങ്ങളെന്താ വിചാരിച്ച് ഒരു 3-4 ആളുകൾ കൂടി ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിയ ഞങ്ങളാകെ പകച്ചു പോകുമെന്നോ? നോക്കൂ, നിങ്ങൾ ഈ കോരിത്തറിയുന്ന മഴയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പ്രകടനത്തിൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന്റെയും BJP-യുടെയും ആളുകളോട് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്, ഞങ്ങളുടെ പ്രവർത്തകരെ ഇതുപോലെ വളഞ്ഞിട്ടാക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള പരിക്ക് പറ്റുമെന്ന് ധാരണയോടും നല്ല പരിക്ക് പറ്റും. ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നല്ല പരിക്ക് പറ്റും എന്ന് ധാരണയായിക്കൊള്ളും. കോൺഗ്രസിന്റെ ആളുകൾ നല്ല വെള്ളയിട്ട് പോകുന്നുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല ധാരണ ഉണ്ടായിക്കൊള്ളും. ഞങ്ങളുടെ സഖാക്കളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പരിക്ക് പറ്റുമെന്ന് നല്ല ധാരണ ഉണ്ടായിക്കൊള്ളും. നിങ്ങളെന്താ മനസ്സിലാക്കിയ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു INTUC-യുടെ ഉൾപ്പെടെ ലോഡിങ്ങേറുണ്ട്. INTUC-യുടെ ലോഡിങ്ങേർ ഉൾപ്പെടെയുള്ള ആളുകളാണ് വീട്ടിൽ കയറി ഇതുമായി ഉണ്ടായി സത്യദാനത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ ആളുകളെ മുഴുവനും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആരൊക്കെയാണ് ഈ ചെയ്തതെന്നതിനെ സംബന്ധിച്ച് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ അവസാനിച്ചു പോകുമെന്ന് നമുക്ക് കരുതണ്ട. നല്ല ധാരണ